This channel does not promote or promotion any illegal activities. All content provided by this channel is meant only for educational purpose only. ഹലോ ഗൈസ്, എഫ് മോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് വന്നേക്കുന്ന വെച്ചാൽ എഫയുടെ വാട്സപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് വെർഷൻ 29 അപ്ഡേറ്റും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബിസിനസ് വാട്സപ്പിൻ്റെ അപ്ഡേറ്റും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് വാട്സപ്പ്. നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ടേ ഇത് ഇൻസ്റ്റാൾ ആക്കാവുള്ളൂ. എന്നുവെച്ചാൽ സിപ്പ് ഫയലായിട്ടാണ് കിടക്കുന്നത്. അതെങ്ങനെ ഇൻസ്റ്റാൾ ആക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, വാട്സപ്പ് എങ്ങനെ യൂസ് ആക്കേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് വാട്സപ്പ്. ഫുൾ ഇമ്മ്യൂണാണ്. പിന്നെ 22 ടൈപ്പ് ഫേക്ക് വോയിസ് ഡ്യൂറേഷൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്രൂപ്പ് ചാറ്റ് സെപ്പറേറ്റ് ആവാതെയാണ് കിടക്കുന്നത്. ഗ്രൂപ്പ് ചാറ്റ് സെപ്പറേറ്റ് ആക്കാം. അത് പ്രൈവസി വന്നിട്ട് ഹോമിൽ ഹെഡറിൽ വന്നിട്ട് സെപ്പറേറ്റ് അതിൽ കിടപ്പുണ്ട്. ഇവിടെ ഒന്ന് ഗ്രൂപ്പ് ചാറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഡേറ്റാബേസ് ആഡാക്കിയിരിക്കുന്നതാണ്. ഇത്രയും ഡേറ്റാബേസ് ആഡാക്കി അതിലെ ഗ്രൂപ്പുകളാണ് കിടക്കുന്നത്. വൈറസ് ഒന്നും സീനൊന്നുമില്ല. വൈറസൊക്കെ ഫുള്ള് ഫിക്സാണ്. ബോട്ട് ക്രെഡിറ്റ് 404 ക്രെഡിറ്റ് തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത്. സാധാരണ നോർമൽ ക്രെഡിറ്റ് പോലെ 404 ക്രെഡിറ്റ്. പിന്നെ ഫസ്റ്റ് ചാനലിൻ്റെ ലിങ്ക്, സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേഞ്ച് ലോഗോ അത് നമ്മൾ സാധാരണ ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രൈവസിയിൽ എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് ചാനലിൻ്റെ ലിങ്കും പിന്നെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ചാനലിൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ചാനലിൽ കാണിച്ചു തരാം. ഫസ്റ്റ് ചാനലിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ചാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഈ ട്യൂട്ടോറിയൽ വീഡിയോസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക്, പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പിൻ്റെതും പിന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം സാധാരണ നോർമൽ പോലെ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ വിഡ്ജറ്റിൽ ഇവിടെയാണ് വൈറസ് ബട്ടൺസ് ഫുള്ള് വെച്ചേക്കുന്നത്. ഇത്രയും വൈറസ് ബട്ടൺസാണ്. സീറോ ചാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിത് ബ്ലാങ്ക് ടെക്സ്റ്റ്, ആംബ്രോ വൈറസ്, റീഡ് മോർ, ലൊക്കേഷൻ, ലിങ്ക്, സ്റ്റാറ്റസ് വ്യൂ, വെബ് സ്റ്റാറ്റസ് വ്യൂ എല്ലാം ഫിക്സാണ്. പിന്നെ ഇവിടെ ലാസ്റ്റ് പേയ്മെൻറ്റ് മെത്തേഡ് മറ്റേ ടിക്കിൻ്റെ അല്ല ഡോട്ടിൻ്റെതാണിത്. സ്റ്റിക്കർ, ഡോക്യുമെൻറ്റ്, കാറ്റലോഗ്, ഓഡിയോ പേയ്മെൻറ്റ് മെത്തേഡ്, കോണ്ടാക്റ്റ് എല്ലാം ഫിക്സാണ്. ലൊക്കേഷൻ പേയ്മെൻറ്റ് മെത്തേഡ് അങ്ങനെ ഫുള്ള് ഫിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്താണ് 22 ടൈപ്പ് ഫേക്ക് വോയിസ് ഡ്യൂറേഷൻ വെച്ചേക്കുന്നത്. ഒന്ന് ഓണാക്കി നമുക്ക് കാണിച്ചു തരാം. പിന്നെ നോവ ലോക്ക് ചെയ്ത് സാധാ ബോംബിൻ്റെതാണ്. ഐയൂസ് ബൂം ടെക്സ്റ്റ് വെച്ചിട്ടുണ്ട്. ഹോം ലാഗ് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ടിക്ക് സ്പീഡ് വെച്ചിട്ടുണ്ട്. ഡേറ്റ സേവർ മോഡ് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഡേറ്റ സേവർ മോഡ് ഓണാക്കി ഇട്ടിരുന്ന നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന മെസ്സേജുകളിൽ ഡൗൺലോഡ് ആകാതെ കിടക്കും. പിന്നെ ഓട്ടോ ഫോർവേഡ് മെസ്സേജ് നോ റിസീവ് നോ ഓഫ്, അത് മറ്റേ ഇങ്ങോട്ട് മെസ്സേജ് വരാതിരിക്കാനാണ്. പിന്നെ ബാക്കിയുള്ള സാധാരണ നോർമൽ പോലെ തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം ഫേക്ക് വോയിസ് ഡ്യൂറേഷൻ. ഒരു ടൈപ്പ് ഫേക്ക് വോയിസ് ഡ്യൂറേഷൻ. രണ്ടാമത്തെ കാണിച്ചു തരാം. രണ്ടാമത്തെ ഫേക്ക് വോയിസ് ഡ്യൂറേഷൻ. ഡാർക്ക് തീം കാണിച്ചു തരാം. ഡാർക്ക് തീം ഞാൻ ഇത് ഫുള്ള് ഡാർക്ക് ആക്കിയിട്ടേ ഉള്ളൂ. പിന്നെ സാധാ ലൈസൻസ് കാണിച്ചു തരാം. ലൈസൻസ് സാധാ നോർമൽ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ വൈറസ് ഫുള്ള് ഫിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മളെ വെർഷൻ 29 അപ്ഡേറ്റ് ആണ് ഈ സാധനം. മെൻഷൻ വയ്ക്കാനൊന്നും സീനൊന്നുമില്ല. ഫുള്ള് ഫിക്സാണ്.
എന്താ കോണ്ടാക്റ്റ് വൈറസ്, സ്ലേയർ ഓൾ ഫിക്സ് ആണ്. എന്താ റീഡ് മോഡ് ഇട്ടേക്കുന്നത് കൊണ്ടാ ഇങ്ങനെ കാണിക്കുന്നത്. എന്താ കണ്ടോ, ഫുള്ള് ഫിക്സ് ആണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ വാട്സപ്പ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ട്രാൻസ്ലേറ്ററിൻ്റെത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ട്രാൻസ്ലേറ്ററിൻ്റെത് കൊടുത്തിട്ടുണ്ട്, ഏത് ലാംഗ്വേജിലാണ് മാറ്റേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഏതാണ് വേണ്ടത് അതിൽ കൊടുക്കുക. അപ്പം 2 ട്രാൻസ്ലേറ്ററിൻ്റെത് വെച്ചിട്ടുണ്ട്. ട്രാൻസ്ലേറ്ററിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ബാക്കിയെല്ലാം നോർമൽ പോലെ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇനി ഞാൻ എങ്ങനെ ഇൻസ്റ്റാൾ ആക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ ഡൗൺലോഡിലായിരിക്കും സിപ്പ് ഫയലായിട്ട് വന്ന് കിടക്കുന്നത്. ഇതോ നിങ്ങൾക്ക് ഡൗൺലോഡിലായിരിക്കും വന്ന് കിടക്കുന്നത്. എന്താ ഇതുപോലെ സിപ്പ് ഫയലായിട്ടും കിടക്കുന്നത്. സിപ്പ് ഫയലായിട്ടായിരിക്കും നിങ്ങൾക്ക് കിടക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എക്സ്ട്രാക്റ്റ് കൊടുക്കുക. അപ്പോഴത്തേക്ക് സംഭവം വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. ഞാൻ ഇടുന്ന അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഗൈസ്.